ഹായ് ഹലോ ഇന്നൊരു കുഞ്ഞൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടൊന്നും ഇല്ല, സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എല്ലാവരും എഴുന്നേറ്റത് കേട്ടോ. എന്നിട്ട് പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലത്തേക്ക് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ പാവൽ കുറേയൊക്കെ ചീത്തയായി പോയ കാര്യം അമ്മ പറഞ്ഞത്. അങ്ങനെ പിന്നെ അതൊന്ന് നോക്കിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചേട്ടോ. കുറേയൊക്കെ ഇങ്ങനെ കൊതുവൊക്കെ കുത്തിയിട്ട് ഒരുപാട് കിഴുത്തയാക്കി ഇങ്ങനെ നല്ലപോലെ എന്തോ തിന്ന് വെച്ചേക്കാണ്. എന്തെങ്കിലും വെട്ടിൽ തിന്നുന്നതാണോ കൊതുവ് തിന്ന മാത്രമാണോ ഒന്നൊന്നും അറിയത്തില്ല കേട്ടോ. ആകെ നശിപ്പിച്ച് നാനാവിധാക്കി വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ പയറിനകത്തുനിന്ന് 2 പയറ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ വള്ളി പോലെ ഇരിക്കുന്നത് പയറാണ് കേട്ടോ. 2 പൂ ഉണ്ടായിരുന്നു, അതെന്തായാലും പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ സ്പെഷ്യൽ ഇന്ന് അമ്മയുടെ ചിക്കൻ ബിരിയാണിയാണ്. ഇതൊരു വെറൈറ്റി രീതിയിലാണ് വെക്കുന്നത്, റേഷൻ അരിക്കകത്താണ് കേട്ടോ വെക്കുന്നത്. പക്ഷെ സംഭവം അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ചിക്കനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനകത്തോട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും വരിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ചിക്കനൊന്നും വരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു ലെഗ് പീസൊക്കെ. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മാത്രം തൈര്, പിന്നെ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഒരു അരമുറി നാരങ്ങ നീരേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കൊണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഒരു കുക്കറിനകത്താണ് കേട്ടോ വെക്കുന്നത്. കുക്കറിനകത്തോട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നെയ്യ് ചേർത്തിട്ട് നമ്മുടെ കിസ്മിസൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഒന്ന് വറുത്ത് കോരിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവോള നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ബിരിയാണിയുടെ മുകളിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് അതും ഒന്ന് കോരിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണി ഞാൻ വെച്ച രീതിയല്ല കേട്ടോ, വേറെ മാതിരി ഡിഫറെൻറ്റ് ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു സാധനം ഞാൻ ചേർക്കുന്നില്ല, അതെന്താണെന്ന് പിന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ സ്പൈസസ് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം കൂടെ ചേർക്കുന്നുണ്ട്. 2-3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള ചേർക്കാം, നമ്മൾ കുറച്ച് എരിവിന് മാത്രം 2-3 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതാ ബാക്കി സവോളയും കൂടെ ചേർത്ത് ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് വഴണ്ട് ഇങ്ങനെ ബ്രൗണിഷ് കളറൊന്നും ആവണമെന്നില്ല. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ബിരിയാണി ഇല ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ മറ്റേ വശനയില ഉണ്ടല്ലോ, അതാണ് ഉണങ്ങിയത്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 കട്ട് ചെയ്തിട്ടതിന് ശേഷം അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം പൊടികളായ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി ആയിട്ട് ഒന്ന് കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ, പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ. ഇപ്പോഴാണ് ഞാൻ ഒന്നും ചേർത്തില്ലെന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ഗരം മസാലയാണ് കേട്ടോ ഇതിൽ ചേർക്കുക. എനിക്കെന്തോ ഗരം മസാലയുടെ ചെറിയ കുത്തൊക്കെ വരുമ്പോൾ ഒരു നെഞ്ചിരിച്ചിൽ പോലെയൊക്കെ വരുന്നുണ്ട്. അമ്മ എന്നതുകൊണ്ട് ഗരം മസാല ഇല്ലാതെയാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. എങ്ങനെയുണ്ട് എന്ന് നമുക്കത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം പിന്നെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അമ്മ തലക്കടിക്കുന്നത് ഒരു കാര്യം അമ്മ മറന്നു ഇടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ തക്കാളി ആ ഉള്ളി വഴണ്ടൊക്കെ വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇടാൻ പോയതുകൊണ്ട് പിന്നീടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അതിനകത്ത് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കുറച്ചും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല രീതിയിലാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനൊക്കെ ഒരുവിധം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ റേഷൻ അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്, നല്ല നീളമുള്ള അരിയാണ് എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി തോരാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ, കുതിരാൻ വേണ്ടിയിട്ടൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും ഇളക്കുന്നില്ല, ജസ്റ്റ് നിരത്തി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി ഫ്രൈ ചെയ്തത് അതിൻ്റെ മുകളിലോട്ട് വിതറി, പിന്നെ നമ്മൾ കാഷ്യൂവും പിന്നെ ഉണക്ക മുന്തിരിങ്ങയും കൂടെ അതിനകത്തോട്ട് ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഗ്രീൻ പീസ് കുറച്ച് പകുതി വേവിച്ച ഗ്രീൻ പീസാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ മല്ലിയില നമുക്ക് മറ്റേ മല്ലിയില ഇല്ല, ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ കിട്ടിയത്. അതും കൂടി ഇതിനകത്ത് ചെറിയ പീസാക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഓൾറെഡി നമ്മൾ ചിക്കനകത്ത് നിന്ന് വെള്ളം ഇറങ്ങിയതുകൊണ്ട്
1.5 ഗ്ലാസ് ചേർക്കുന്നുള്ളൂ. 2 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അതിനുശേഷം അതിനകത്ത് വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് 2 വിസിലടിച്ച് എടുത്താൽ മതി, ഹൈ ഫ്ലെയിമിലിട്ട് കേട്ടോ. അങ്ങനെ ഇതാ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ പിന്നെ മോര് നമ്മൾ സംഭാരം കുടിക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ മിക്സിയുടെ ജാറിനകത്തിട്ട് ഈ ഒരു കാന്താരിയും ഇഞ്ചിയും കുഞ്ഞുള്ളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് ചതച്ച് ഒന്ന് അടിപൊളിയായിട്ട് അടിച്ചെടുത്തപ്പോഴത്തേക്കും സംഭവം കീട്ടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാളായി കേട്ടോ സംഭാരം കുടിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കുഞ്ഞിനും കൂടെ സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്നേരത്തേക്ക് അമ്മ ചിക്കൻ കുറച്ച് എടുത്ത് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ വറുത്തൊക്കെ റെഡിയാക്കി വെച്ചേക്കായിരുന്നു. അതിൽ നിന്ന് ഒരു പീസ് ഞാൻ അപ്പോഴേ എടുത്ത് വായിലാക്കി. മണം കേട്ട് ഞാൻ ചെന്നായിരുന്നു. ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ചെയ്യുന്നില്ലെന്ന്. അങ്ങനെ മണം കേട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അമ്മ അവിടെ ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ. അതിലൊരു പീസ് എടുത്തിട്ട് ഞാനും കുഞ്ഞിനും കൂടെ കഴിച്ചു. അമ്മയ്ക്ക് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്കിപ്പം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അമ്മ അവിടെ തൂക്കലും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളത് വിശപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിരിയാണിയുടെ മണം കേട്ടപ്പോഴേ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ കുക്കറൊന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് എല്ലാം സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. ആവശ്യത്തിന് മാത്രമേ അരി വെന്തിട്ടുള്ളൂ. എല്ലാം അടിപൊളിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു. തുറന്നപ്പോഴേ ഭയങ്കര മണമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്തതുകൊണ്ട് ചില ലെഗ് പീസിനകത്തു നിന്നൊക്കെ ഇങ്ങനെ ഇളകിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പതുക്കെ അതെല്ലാം ഒന്ന് കോരി എല്ലാം എടുത്ത് വെച്ചിട്ട് പപ്പടം കൂടി ഒന്ന് കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പപ്പടം കാച്ചിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ ബിരിയാണിക്കകത്ത് ആ ഒരു ഗരം മസാലയോ മസാലപ്പൊടിയോ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമ്മൾ ചേർത്തില്ലെന്നേ ഉള്ളൂ. ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിൽ വ്യത്യാസം വരും ആ ഒരു മസാലയുടെ. പക്ഷേ ഇത് ചേർത്തില്ലെങ്കിൽ മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ മല്ലിയിലും അതും ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയും പിന്നെ ഇതാ പപ്പടവും കാച്ചി ചിക്കൻ ഫ്രൈയും സാലഡും ആയിരുന്നു നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ കുക്കിംഗ് വീഡിയോ ഞാൻ കുറേ നാളുകൊണ്ട് അങ്ങനെ ഇടാതിരുന്നതാണ്. പിന്നെ ഇപ്പോഴാണ് പിന്നെയും തുടങ്ങിയത് ഇടാൻ. പക്ഷേ ഇതൊന്നും എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, അമ്മയുടെയാണ്. അമ്മ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേരും പറഞ്ഞിട്ടുണ്ട് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെയൊക്കെ റെസിപ്പി ഇടണേ എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്പെഷ്യൽ മേടിക്കുവാണെങ്കിലല്ലേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങ് എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ വീടിന് ഇത്രയൊക്കെയുള്ളൂ. അടുത്ത് പിടിക്കാൻ തുടങ്ങും. ടാറ്റാ, സീ യു.